നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് കൂടി എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ എസ് ശ്രീകാന്ത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. മെയ് 7 ഈ രാജ്യത്തിന് നേർക്ക്, ഈ രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് നേർക്ക്, ഈ രാജ്യത്തിൻ്റെ പൗരന്മാർക്ക് നേർക്ക് ഒരു ശത്രു രാജ്യം, അതായത് പാകിസ്ഥാൻ വെല്ലുവിളി ഉയർത്തിയതിന് ഈ രാജ്യം തിരിച്ചടി നൽകിയ ദിവസമാണ് ഇന്ന്. പാകിസ്ഥാൻ ഇന്ത്യയുടെ കരുത്തിൻ്റെ ചൂടറിഞ്ഞ ദിവസമാണ് ഇന്ന്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരുടെ, പെങ്ങന്മാരുടെ സിന്ദൂരം മായ്ച്ച പാകിസ്ഥാന്, അവിടുത്തെ കൊടും ഭീകരർക്ക് ഭാരതം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ മറുപടി നൽകിയ ദിവസം കൂടിയാണ് ഇന്ന്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഇന്നും ഈ 7-ാം തീയതി മെയ് 7 എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് 1 വർഷം തികയുകയാണ് ഇന്ന്. ബഹാവൽപൂരിലും മുദ്രിക്കയിലുമൊക്കെയുള്ള പാകിസ്ഥാന്റെ കൊടും ഭീകരരുടെ ഒളിത്താവളങ്ങൾ, അവരുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രങ്ങളൊക്കെ തന്നെ ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ വ്യോമസേന തകർത്ത് തരിപ്പണമാക്കിയതിൻ്റെ 1-ാം വാർഷികം കൂടിയാണ് ഇന്ന്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം, നമുക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് 1 വർഷം തികയുന്ന ഓപ്പറേഷൻ സിന്ദൂർ. എങ്ങനെയാണ് നമ്മുടെ സൈന്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്ലാൻ ചെയ്തത്? എങ്ങനെയാണ് നമ്മുടെ സൈന്യം ഈ ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയത്? എങ്ങനെയാണ് നമ്മൾ അതിശക്തമായ വിജയം പാകിസ്ഥാനെതിരെ നേടിയത്? സ്വാഭാവികമായും നമ്മുടെ പ്രേക്ഷകർക്ക് ആ സമയത്ത് ഇതെല്ലാം തന്നെ അറിവുള്ളതായിരിക്കും. നമ്മുടെ മാധ്യമങ്ങളിലൂടെ ആ വാർത്തകളെല്ലാം തന്നെ വന്നിട്ടുള്ളതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഡൽഹി ബ്യൂറോ തയ്യാറാക്കിയ ഒരു പാക്കേജിലേക്കാണ്, ഒരു സ്റ്റോറിയിലേക്കാണ് നമ്മൾ ആദ്യമായി പോകുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ രാജ്യം നേടിയ വിജയം എങ്ങനെയായിരുന്നു? ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ നേരിട്ട കനത്ത തിരിച്ചടി അത് എത്തരത്തിലുള്ളതായിരുന്നു? ആ പാക്കേജിലേക്ക് പോയി വരാം. നമ്മുടെ സീനിയർ റിപ്പോർട്ടർ നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഏപ്രിൽ 22 പഹൽഗാം വിറച്ചുപോയ നിമിഷം. ഭീകരർ നടത്തിയ ആ ചതിയിൽ ഇന്ത്യയുടെ മനം നൊന്തു. പക്ഷേ അന്നത്തെ രാത്രി ഡൽഹിയിലെ സൗത്ത് ബ്ലോക്കിൽ നടന്നത് നിശബ്ദമായ എന്നാൽ അതിശക്തമായ തയ്യാറെടുപ്പുകളായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും പ്രധാനമന്ത്രിയുമായി നടത്തിയ മണിക്കൂറുകൾ നീണ്ട കൂടിക്കാഴ്ചയിൽ ഒരേ ഒരു തീരുമാനമേ ഉണ്ടായിരുന്നുള്ളൂ: ഇനി പ്രതിരോധമല്ല, സംഹാരമാണ്. ശൃംഗങ്ങളിൽ ഭാരതം തീർത്ത വിജയഗാഥയ്ക്ക് ഇന്ന് 1 ആണ്ട് തികയുന്നു. പഹൽഗാമിലെ സാധാരണക്കാരുടെ രക്തത്തിന് പ്രതികാരമായി അതിർത്തി കടന്നു വന്ന ഭാരതത്തിന്റെ കരിനിഴൽ ശത്രുവിന്റെ ഉറക്കം കെടുത്തിയ രാത്രി. വെറുമൊരു സൈനിക നീക്കമായിരുന്നില്ല ഓപ്പറേഷൻ സിന്ദൂർ, മറിച്ച് ഭാരതത്തിന്റെ ആയുധപ്പുരകളിലെ അത്യാധുനികമായ അസ്ത്രങ്ങൾ അഗ്നിവമിച്ച മഹായാഗമായിരുന്നു. ആകാശത്തെ കരിമ്പുലികളും ഭൂമിയിലെ അഗ്നിശരങ്ങളും ഒത്തുചേർന്നത് ആ പോരാട്ടത്തിന്റെ സാങ്കേതിക പൂർണ്ണതയിലേക്കാണ്. മെയ് 7 രാത്രി, സമയം 11:30. രാജ്യമുറങ്ങുമ്പോഴും അതിർത്തിയിൽ ഇടിമുഴക്കമുയർന്നു. ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചു. ഇന്ത്യൻ വ്യോമസേനയുടെ 12 റഫാൽ വിമാനങ്ങൾ ശത്രുവിന്റെ റഡാർ കണ്ണുകളെ വെട്ടിച്ച് അതിർത്തി കടന്നു. ചരിത്രത്തിലാദ്യമായി ഇന്ത്യൻ ബ്രഹ്മോസ് മിസൈലുകളെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ പ്രയോഗിച്ചു. ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കറിന്റെയും കമാൻഡ് സെന്ററുകൾ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമായി മാറി. 100-ലധികം ഭീകരർ കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ പുറത്തു വരുമ്പോൾ ലോകം ഭാരതത്തിന്റെ പ്രഹരശേഷി കണ്ട് വിരണ്ടു. ഓപ്പറേഷൻ സിന്ദൂറിനെ ലോകത്തിലെ മികച്ച സൈനിക നീക്കങ്ങളിൽ ഒന്നായി മാറ്റുന്നത് അതിൽ ഉപയോഗിച്ച സാങ്കേതിക വിദ്യയാണ്. റഫാലിൽ നിന്ന് വിക്ഷേപിച്ച സ്കാൽപ് മിസൈലുകൾ
500 കിലോമീറ്റർ അകലെയുള്ള ഗുഹയ്ക്കുള്ളിലെ ഭീകരരെ പോലും തിരഞ്ഞു പിടിച്ചു വധിച്ചു. ആകാശത്തെ യുദ്ധത്തിൽ ഇന്ത്യയുടെ മേധാവിത്വം ഉറപ്പിച്ചത് മീറ്റിയോർ മിസൈലുകളായിരുന്നു. ശത്രു വിമാനങ്ങൾക്ക് ഇന്ത്യൻ അതിർത്തിയിലേക്ക് നോക്കാൻ പോലും ഭയം ജനിപ്പിച്ച നിമിഷങ്ങൾ. കേവലം 1 വർഷം മുൻപുള്ള ഈ ദൗത്യം ആധുനിക ഇന്ത്യയുടെ സൈനിക നയം ശത്രുവിന്റെ താവളങ്ങളിൽ ചെന്ന് പ്രഹരിക്കുക എന്നതാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ കേവലം ഒരു സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നില്ല, മറിച്ച് ഭാരതം സ്വന്തമായി വികസിപ്പിച്ചെടുത്ത ഇന്റഗ്രേറ്റഡ് ബാറ്റിൽ ഗ്രൂപ്പ് ആദ്യമായി പരീക്ഷിക്കപ്പെട്ട ദൗത്യമായിരുന്നു. ഉപഗ്രഹ സഹായത്തോടെയുള്ള കൃത്യതയാർന്ന ആക്രമണവും സൈബർ യുദ്ധമുറയും ഒരേ സമയം പ്രയോഗിച്ചു. ശത്രുവിന് പ്രതികരിക്കാൻ പോലും സമയം നൽകാത്ത വിധം ഭാരതത്തിന്റെ സൈനിക ശക്തി ഏകദേശം 72 മണിക്കൂർ അതിർത്തിയിൽ ആധിപത്യം പുലർത്തി. ആക്രമണം നടന്നയുടനെ പാകിസ്ഥാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ കരഞ്ഞു. എന്നാൽ ഭാരതം തെളിവുകൾ സഹിതം ലോകത്തെ ബോധ്യപ്പെടുത്തി ഇത് സ്വയം പ്രതിരോധമാണ്. അമേരിക്കയും ഇസ്രയേലും ഫ്രാൻസും ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ചു. പാകിസ്ഥാൻ സാമ്പത്തികമായി തകരുകയും നയതന്ത്രപരമായി ഒറ്റപ്പെടുകയും ചെയ്തത് ഓപ്പറേഷൻ സിന്ദൂറിന്റെ ബാക്കി പത്രമാണ്. ഈ സൈനിക നീക്കം ഭാരതത്തിലെ ഓരോ പൗരനും നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. ഭാരതത്തെ തൊട്ടാൽ വിവരമറിയുമെന്ന പുതിയ ദേശീയ നയത്തിന് ഇവിടെ തുടക്കമായി. 1 വർഷത്തിനിപ്പുറം അതിർത്തികളിൽ ഇത്രയധികം ശാന്തി നിലനിൽക്കുന്നതിന് പിന്നിൽ അന്ന് ഇന്ത്യൻ ജവാന്മാർ ഒഴുക്കിയ വിയർപ്പും രക്തവുമാണ്. എസ് നന്ദഗോപൻ, ജനം, ഡൽഹി. ഈ രാജ്യത്തെ പൗരന്മാർക്ക് നേർക്ക് പാകിസ്ഥാന്റെയും പാകിസ്ഥാനിലെ ഭീകരരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ അതിക്രൂരമായ അതിനീചമായ ആക്രമണത്തിന് ഈ രാജ്യം എങ്ങനെയാണ് മറുപടി നൽകിയത് എന്ന് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇച്ഛാശക്തിയുള്ള ഒരു ഭരണകൂടം, ഇച്ഛാശക്തിയുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ നാടിന് ഉള്ളതിൻ്റെ എല്ലാ ഫലവും എല്ലാ ഗുണവും നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മൾ കാണുകയുണ്ടായത്. ഒരക്രമത്തിനും മറുപടിയില്ലാതെ പോകില്ല എന്ന് പാകിസ്ഥാന് അവരുടെ ഭാഷയിൽ, അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഭാരതം മറുപടി നൽകുകയും ചെയ്തു. അതിനുശേഷം ഈ നിമിഷം വരെ ഭാരതത്തിന് നേർക്ക് ഏതെങ്കിലും ഒരു ആക്രമണം നടത്താൻ പാകിസ്ഥാൻ ഒരുമ്പെട്ടിട്ടില്ല എന്നുള്ളതും നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 26 ജീവനുകൾ നഷ്ടം സംഭവിച്ചു നമുക്ക്. അതിന് പകരമായി പാകിസ്ഥാൻ ഒരിക്കലും മറക്കാത്ത തിരിച്ചടി ഭാരതത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു. അതാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുൻപാകെ എന്താണ് അന്ന് നടന്നത് എന്ന് സംബന്ധിച്ച ഒരു ചെറുവിവരണം ഇപ്പോൾ നൽകിയത്. അപ്പോൾ നമ്മളിനി അടുത്ത വാർത്തയിലേക്ക് പോവുകയാണ്. ബംഗാൾ തെരഞ്ഞെടുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായി തന്നെ നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയാനുണ്ടായ കാരണം, അവിടെ തെരഞ്ഞെടുപ്പ് നടന്ന പുതിയ ഒരു കക്ഷി, അത് BJP അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 9-ാം തീയതി സത്യപ്രതിജ്ഞ നിശ്ചയിച്ചിരിക്കുന്നു. പക്ഷേ സ്ഥാനമൊഴിയില്ല എന്ന പിടിവാശിയിലാണ് മമതാ ബാനർജി. ഭരണഘടനാപരമായി നോക്കിക്കഴിഞ്ഞാൽ മമതാ ബാനർജിക്ക് ആ സ്ഥാനത്തിരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് വസ്തുത. ഗവർണർ സ്വാഭാവികമായും ആ മന്ത്രിസഭ ഡിസോൾവ് ചെയ്യും. പുതിയ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. അത് ഒരു പക്ഷേ അവർക്ക് അറിയാത്തതായിരിക്കില്ല, കാരണം അവർക്കും നിയമ ഉപദേശകർ ഒക്കെ തന്നെ ഉണ്ടാകും. പക്ഷെ പിന്നെ എന്തിനാണ് മമതാ ബാനർജി ഈ വാശി കാണിക്കുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. സ്വയം അപഹാസ്യയാകുന്നത് എന്തിനാണെന്ന് മനസ്സിലാകുന്നില്ല. ഒരു പക്ഷേ BJPക്കെതിരെ വോട്ട് ചോരി എന്ന രാഹുൽ ഗാന്ധിയുടെ ആരോപണം, അതിന് ശക്തി പകരാനാണോ മമതാ ബാനർജിയുടെ ശ്രമം എന്നുള്ളതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴും രാഹുൽ ഗാന്ധി ആ ആരോപണവുമായി വന്നിരുന്നു. കേരളത്തിൽ ഒരു തരത്തിലുള്ള പ്രശ്നവുമില്ല, വോട്ട് ചോരിയില്ല, ഗംഭീരമായിട്ടുണ്ട്. പക്ഷെ അസമിലും ബംഗാളിലും വോട്ട് ചോരി നടന്നു എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ നെപ്പോ കിഡ് പറയുകയുണ്ടായത്. രാഹുൽ ഗാന്ധിക്ക് മറുപടി പറയാൻ നിന്നാൽ ആ ദിവസം പോകും എന്നുള്ളത് കൊണ്ട് നമ്മളത് വിടുന്നു. ഈ ബംഗാളിലെ മറ്റൊരു വേദനിപ്പിക്കുന്ന സംഭവം കഴിഞ്ഞ ദിവസം ഉണ്ടായത്, സുവേന്ദു അധികാരിയുടെ വലങ്കൈ എന്ന് പറയാവുന്ന ചന്ദ്രനാഥ് രഥ് ഇന്നലെ രാത്രി വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ആരാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും BJP ആരോപിക്കുന്നത് തൃണമൂൽ കോൺഗ്രസിന്റെ ആളുകൾ തന്നെയാണ് അത് ചെയ്തത് എന്നുള്ളതാണ്. നോർത്ത് 24 പർഗനാസ് മേഖലയിൽ വെച്ചാണ് ഈ വെടിയേറ്റ് കൊല്ലപ്പെടുന്നത്. ആ മേഖല
തൃണമൂൽ കോൺഗ്രസിനും ബംഗ്ലാദേശി ഇൻഫിൽട്രേറ്റേഴ്സിനും ഒക്കെ തന്നെ അതിശക്തമായ സ്വാധീനം ഉണ്ടായിരുന്ന സ്ഥലമാണ്. അവിടെ വെച്ചാണ് ഈ ചന്ദ്രകാന്ത് രഥ കൊല്ലപ്പെടുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവരിലേക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ചോദ്യശരങ്ങൾ, അവരിലേക്ക് തന്നെയാണ് സംശയമുന ഇപ്പോഴും നീളുന്നത്. കൊലപാതക രാഷ്ട്രീയം തോറ്റിട്ടും നിർത്താൻ തൃണമൂൽ കോൺഗ്രസും സംഘവും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. BJP പരമാവധി സംയമനം, നമുക്കറിയാം തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ ഉണ്ടാകുന്നത് എന്താണെന്ന്. 2021 113 BJP പ്രവർത്തകർ ആണ് അവിടെ കൊല്ലപ്പെടുകയുണ്ടായത്. അപ്പോൾ ഇത്രയധികം BJP പ്രവർത്തകർ കൊല്ലപ്പെട്ട ഒരു സമയം ഒരു പക്ഷേ ഉണ്ടാവുകയില്ല. ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഇപ്പോൾ ഒരു പ്രശ്നവുമില്ലാതെ പോകുമ്പോഴാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഈ ക്രൂരമായ പ്രവൃത്തി ഉണ്ടാകുന്നത് എന്നതുകൂടി ഓർക്കണം. 9-ാം തീയതി, അതായത് മറ്റന്നാൾ, അവിടെ സത്യപ്രതിജ്ഞ നടക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബംഗാളിലേക്ക് എത്താൻ പോകുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആ ചരിത്ര സംഭവത്തിന് സാക്ഷിയാകാൻ ജനം TV-യും ഉണ്ടാകും. ജനം TV സംഘം ഇന്ന് രാത്രി ബംഗാളിലേക്ക് പുറപ്പെടുകയാണ്. ഡൽഹിയിൽ നിന്നും തത്സമയം അവിടെ നിന്നുള്ള എല്ലാ വിവരങ്ങളും നമ്മുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ സമയം ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 15 മിനിറ്റ് പിന്നിട്ടിരിക്കുന്നു. ഒരു ചെറിയ വാർത്ത കൂടി നമുക്കിതിലേക്ക്, ഒരു കാര്യം കൂടി പറഞ്ഞതിന് ശേഷം ഒരു ഇടവേളയിലേക്ക് പോകാം എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അസം തെരഞ്ഞെടുപ്പാണ്. നമുക്കറിയാം ബംഗാൾ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളിൽ ഒന്നായിരുന്നു അസം തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അസമിൽ നിലവിൽ പ്രതിസന്ധികളില്ല, പ്രശ്നങ്ങളില്ല, കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയാണ്. അവിടെ ഹിമന്ത ബിശ്വ ശർമ്മയുടെ നേതൃത്വത്തിൽ 12-ാം തീയതി പാർട്ടി BJP പുതിയ സർക്കാർ രൂപീകരിക്കും എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ പങ്കെടുക്കും. 20 NDA സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മുഖ്യമന്ത്രിമാർ കൂടി അവിടെ എത്തും എന്നുള്ളതും ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. അതായത് അതൊരു ചരിത്ര സംഭവമാക്കി മാറ്റാൻ ഹിമന്ത ബിശ്വ ശർമ്മ മാമ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അസമിൽ നിന്നും ജനം TV സംഘം ആ സത്യപ്രതിജ്ഞയുടെ വിവരങ്ങൾ തത്സമയം അസമിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ സംഘം ബംഗാളിൽ നിന്നും പിന്നീട് നേരെ പോകുന്നത് അസമിലേക്കാണ്. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിലെയും BJP മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ കാണാൻ, അവിടുത്തെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ അറിയാൻ ജനം TV കാണുക. 9-ാം തീയതി ബംഗാളിലും 12-ാം തീയതി അസമിലും നമ്മൾ കൃത്യമായി തത്സമയം ആ സത്യപ്രതിജ്ഞ നടക്കുന്ന സ്ഥലത്തു നിന്നും വിവരങ്ങൾ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ബീഹാറിൽ നിന്നും ഒരു സുപ്രധാനമായ വാർത്ത വരാനുണ്ട്. അതായത് ഇന്നവിടെ മന്ത്രിസഭാ പുനഃസംഘടനയാണ്. ബീഹാറിൽ BJPയുടെ മുഖ്യമന്ത്രി വരാൻ പോകുന്നു എന്നുള്ളതാണ് ദേശീയ പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാമ്രാജ് ചൗധരിയുടെ നേതൃത്വത്തിൽ സാമ്രാജ് ചൗധരി മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. അവിടുത്തെ മന്ത്രിസഭ പുനഃസംഘടന നടക്കാൻ പോകുന്നു. 27 മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നുള്ളതാണ് അവിടെ നിന്നും നമുക്ക് നൽകാൻ കഴിയുന്ന വിവരം. അതിൽ മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ മകൻ നിഷാന്ത് കുമാർ കൂടിയുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. BJP, JDU, ലോക് ജനശക്തി പാർട്ടി, ഹിന്ദുസ്ഥാനി അവാം മോർച്ച, രാഷ്ട്രീയ ലോക് ജനതാദൾ തുടങ്ങിയ പാർട്ടികളിൽ നിന്നുള്ള മന്ത്രിമാരും ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാണ്. എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ടുള്ള മന്ത്രിസഭാ വികസനം ബീഹാറിൽ നടക്കാൻ പോകുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അതിന് കാർമ്മികത്വം വഹിക്കും എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ്. അതായത് തുടർച്ചയായി അമിത്ഷായുടെ യാത്രകൾ നടക്കുന്നു. ഇന്ന് ബീഹാർ, അതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം കൊൽക്കത്തയിലേക്ക് പോകും, അത് കഴിഞ്ഞ് അദ്ദേഹം അസമിലേക്ക് പോകും. ഇവിടങ്ങളിലെല്ലാം മന്ത്രിസഭാ രൂപീകരണം കഴിഞ്ഞ ശേഷമായിരിക്കും അദ്ദേഹത്തിൻ്റെ തിരിച്ചുള്ള മടക്കം ഉണ്ടാകുന്നത്. മറ്റൊരു ഏറ്റവും സുപ്രധാനമായ വാർത്ത ഞാൻ നേരത്തെ ഇടവേളയിലേക്ക് പോകും മുമ്പ് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചതാണ്. ശബരിമലയുമായി ബന്ധപ്പെട്ടാണ്. ശബരിമല കേസ് ഒരു വലിയ സുപ്രധാനമായ കണ്ടെത്തലിലേക്കും സുപ്രധാനമായ നിരീക്ഷണങ്ങളിലേക്കും കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ ഏറ്റവും ഒടുവിലായി ഈ പൊതു താൽപര്യ ഹർജികൾ ദുരുപയോഗം ചെയ്യുന്നതിനെ കുറിച്ചാണ് സുപ്രീം കോടതി ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നത്. ഹിന്ദു വിശ്വാസങ്ങളെയും ആചാര അനുഷ്ഠാനങ്ങളെയും അപമാനിക്കുന്നതിന്, അവഹേളിക്കുന്നതിന് പൊതു താൽപര്യ ഹർജികൾ ദുരുപയോഗം ചെയ്തു എന്ന വിലയിരുത്തലിലേക്കാണ് കോടതി എത്തിച്ചേർന്നിരിക്കുന്നത്. അതായത് ശബരിമല യുവതീ പ്രവേശനം ആവശ്യപ്പെട്ടുള്ള ആ ഹർജി അന്നേ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയേണ്ടതായിരുന്നു എന്നാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറയുകയുണ്ടായത്.
മാത്രമല്ല ഒരു മുസ്ലിം സംഘടന, അതായത് യങ് ലോയേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയുടെ തലപ്പത്തുള്ള അത് നിയന്ത്രിക്കുന്ന ഒരു മുസ്ലിമാണ്. ഒരു മുസ്ലിമിന് എങ്ങനെ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഹർജി നൽകാൻ സാധിക്കും എന്ന് ഒരു ചോദ്യം ഉണ്ടാവുക പോലും ചെയ്തു കോടതിയുടെ ഭാഗത്തു നിന്നും. അതായത് ജസ്റ്റിസ് BV നാഗരത്നയാണ് ആ ചോദ്യം ചോദിച്ചത്. പൊതു താൽപര്യ ഹർജികൾ നൽകി ഹിന്ദു വിശ്വാസത്തെ താറടിക്കാൻ, ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കാൻ, അവഹേളിക്കാൻ, നശിപ്പിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ടവർക്ക് താക്കീത് നൽകുന്നതിനൊപ്പം ഇത്തരം കാര്യങ്ങൾക്ക് പൊതു താൽപര്യ ഹർജികൾ ദുരുപയോഗം ചെയ്യുന്നതിനെതിരെയും സുപ്രീം കോടതി ആഞ്ഞടിച്ചിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് പോകുന്നത്. ആ വാർത്തയോടുകൂടി ഇന്നത്തെ നമ്മുടെ നേഷൻ ഫസ്റ്റ് അവസാനിക്കും. ആ വാർത്തയൊന്ന് കണ്ടുവരാം. ശബരിമല യുവതീ പ്രവേശന പുനഃപരിശോധനാ ഹർജി പരിഗണനയ്ക്കെടുത്തപ്പോൾ മുതൽ രാജ്യത്തെ ഹിന്ദു വിരുദ്ധർക്കും ആക്ടിവിസ്റ്റുകൾക്കും കഷ്ടകാലമാണ്. യുവതീ പ്രവേശനം അനുവദിച്ച പഴയ തീരുമാനം സുപ്രീം കോടതി ചവറ്റുകൊട്ടയിൽ എറിയുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഒപ്പം ഓരോ ദിവസം കഴിയും തോറും ശബരിമലയെ തകർക്കാൻ അണിയറയിൽ നടന്ന ഗൂഢാലോചനയും വെളിവാക്കപ്പെടുകയാണ്. ഒരു വേള പൊതുതാൽപര്യ ഹർജികൾ നിലവിൽ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ്, പേഴ്സണൽ ഇൻട്രസ്റ്റ്, പൈസ ഇൻട്രസ്റ്റ്, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുകളായി മാറിയെന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടിയും വന്നു. പൊതുതാൽപര്യ ഹർജികളുടെ കൃത്യമായ ദുരുപയോഗമാണ് ശബരിമല കേസിൽ നടന്നതെന്ന് സുപ്രീം കോടതി അടിവരയിടുന്നു. ഈ കേസ് സംബന്ധിച്ച ആദ്യ ഹർജി തുടക്കത്തിലെ തന്നെ ചവറ്റുകുട്ടയിൽ തള്ളിക്കളയേണ്ടിയിരുന്നു എന്ന് ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചത് കാര്യങ്ങളുടെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. നിയമപരമായി നിലനിൽക്കാത്ത ഹർജി ഫയലിൽ സ്വീകരിച്ചതിന് പിന്നിൽ ആരുടെയെങ്കിലും സമ്മർദ്ദമോ മറ്റ് ഗൂഢാലോചനയോ ഉണ്ടായതായി സംശയം വർദ്ധിക്കുകയാണ്. ഒരു മുസ്ലിം വ്യക്തി നയിക്കുന്ന അഭിഭാഷക സംഘടനയ്ക്ക് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി നൽകാൻ എന്ത് അവകാശമാണുള്ളതെന്ന് യങ് ലോയേഴ്സ് അസോസിയേഷനോട് സുപ്രീം കോടതി ചോദിക്കുക പോലും ചെയ്തു. മതപരമായ ആചാരങ്ങളിൽ പൊതുതാൽപര്യ ഹർജികളുടെ പരിധി നിർവചിക്കുക എന്നതാണ് 9 ജഡ്ജിമാരുടെ ബെഞ്ചിന് മുന്നിലുള്ള പ്രധാന വിഷയം. നിലവിൽ സുപ്രീം കോടതിയുടെ പരാമർശങ്ങൾ കണക്കിലെടുത്താൽ ഇത്തരം പൊതുതാൽപര്യ ഹർജികൾ ഭാവിയിൽ കോടതികൾ അനുവദിച്ചു കൊടുക്കാൻ സാധ്യത തുലവും തുച്ഛമാണ്. എങ്കിലും നമ്മുടെ നീതിന്യായ സംവിധാനത്തെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്ന ശക്തികൾ രാജ്യത്തുണ്ട് എന്ന് ശബരിമല യുവതീ പ്രവേശന കേസ് വ്യക്തമാക്കുന്നു. ഈ കേസ് കോടതി അവസാനിപ്പിച്ചാലും വിശ്വാസികൾ വിടരുത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കാനുള്ളത്. നൂറ്റാണ്ടുകളായി തുടരുന്ന ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും തകർക്കാൻ ആരാണ് ഗൂഢാലോചന നടത്തിയത്? ഇവർക്ക് സാമ്പത്തിക സഹായം നൽകിയത് ആര്? അനുകൂല വിധി നേടിയെടുക്കാൻ ഇക്കൂട്ടർ ആരെയൊക്കെ സ്വാധീനിച്ചു? ഇതിനെല്ലാം ഉത്തരം പറയിക്കുക തന്നെ വേണം. 10,000-കണക്കിന് വിശ്വാസികൾ അനുഭവിച്ച ത്യാഗം, സർക്കാർ പോലീസ് സംവിധാനങ്ങളുടെ വേട്ടയാടൽ, കൊടിയ മർദ്ദനം, ജയിൽവാസം എന്നിവ മറുപടിയില്ലാതെ പോകരുത്. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നേഷൻ ഫസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മുടെ ഈ സെഗ്മെന്റ് ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആ വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശബരിമലയുമായി ബന്ധപ്പെട്ട എന്ത് വലിയ ഗൂഢാലോചനയാണ് നടന്നത് എന്നുള്ളത്. ഹിന്ദു വിശ്വാസങ്ങളെ അപമാനിക്കുന്നതിനും തകർക്കുന്നതിനും ആരാണ് ഗൂഢാലോചന നടത്തിയത്? ആരാണ് അതിന് സാമ്പത്തിക സഹായം ചെയ്തത്? എത്ര പേരെ ഇതിനുവേണ്ടി സ്വാധീനിച്ചു? ഈ 3 ചോദ്യത്തിന് മറുപടി നമുക്ക് കിട്ടിയേ തീരൂ. കാരണം അനുഭവിച്ച ത്യാഗങ്ങൾ ചെറുതല്ല. ആയിരക്കണക്കിന് കേസുകൾ, കൊടിയ മർദ്ദനങ്ങൾ, ജയിൽവാസം, അപമാനം, അവഹേളനം ഒക്കെ തന്നെ നമ്മൾ അനുഭവിക്കുകയുണ്ടായി. കേരളത്തിലെ പാവപ്പെട്ട ഹിന്ദുക്കൾ, പാവപ്പെട്ട വിശ്വാസികൾ, ശബരിമല വിശ്വാസികൾ, അയ്യപ്പ വിശ്വാസികൾ അനുഭവിക്കുകയുണ്ടായി. ഇന്ന് സുപ്രീം കോടതി തന്നെ പറയുന്നു ആ ഹർജി ചവറ്റുകുട്ടയിൽ എറിയേണ്ടതായിരുന്നു എന്നുള്ളത്. എന്നിട്ടും ആ ഹർജി പരിഗണിച്ച് യുവതീ പ്രവേശനം വേണം, ആചാരാനുഷ്ഠാനങ്ങൾ എടുത്ത് തോട്ടിൽ കളയണം എന്ന് പറയുന്ന രീതിയിൽ ഒരു ഉത്തരവ് വന്നെങ്കിൽ അതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. അത് പുറത്തു വരിക തന്നെ വേണം. അത് വിശ്വാസികളുടെ മാത്രമല്ല, കേരളത്തിൻ്റെ തന്നെ ആവശ്യമായി മാറണം എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. അവസാനിപ്പിക്കും മുൻപ് ഒരു കാര്യം കൂടി പറഞ്ഞ് നിർത്താം. അതായത്
നമ്മൾ പറഞ്ഞതുപോലെ 9-ാം തീയതി ബംഗാളിൽ നിന്നും ജനം TV സംഘം ബംഗാളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ രാവിലെ മുതൽ തത്സമയം നൽകുന്നതായിരിക്കും. 12-ാം തീയതി അസമിൽ നിന്നും ജനം TV സംഘം അവിടുത്തെയും സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ തത്സമയം പ്രേക്ഷകരിലേക്ക്, പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ജനം TV-ക്കൊപ്പം ആ ചരിത്ര സംഭവത്തിന് സാക്ഷികളാവുക, ജനം TV-യിൽ തന്നെ തുടരുക. അപ്പോൾ നേഷൻ ഫസ്റ്റിൻ്റെ മറ്റൊരു എപ്പിസോഡുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. നാളെ നമ്മൾ കൽക്കട്ടയിൽ നിന്നായിരിക്കും കാണുന്നത്. അതുവരേക്കും വിട പറയുന്നുണ്ട്.